ഹലോ എവരിവൺ, എല്ലാവർക്കും AZ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. നമ്മൾ വന്നിരിക്കുന്നത് സിവിൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നെല്ലാം വളരെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്, വയസ്സ് എന്തെല്ലാമാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ വഴി കാണാത്തവരാണെങ്കിൽ നമ്മൾ പോയി കണ്ടിട്ട് വരുന്നത് നന്നായിരിക്കും. ഓക്കെ, നമ്മുടെ AZ അക്കാഡമിയുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ്. ഓക്കെ, എക്സാം കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ ഫിസിക്കൽ ഉണ്ട്, അറിയാം പോലീസിൻ്റെ കൂട്ട് തന്നെ എന്ത് ചെയ്തു, എക്സൈസ് ഇൻസ്പെക്ടറിന് ഫിസിക്കൽ ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അറിയാം ഈ പറയുന്ന സിവിൽ എക്സൈസ് ഇൻസ്പെക്ടറിനകത്ത് എന്താണ് എക്സൈസ് ഇൻസ്പെക്ടറിനകത്ത് എന്ത് ചെയ്തു, ഗസറ്റ് വിളിച്ചിരുന്നത് എന്താണ് ഈ പറയുന്നത് 31/7/2025 പറയുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/9/2025 ആയിരുന്നു പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/9/2025 ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് എന്തായിരുന്നു, എക്സൈസ് ആയിരുന്നു. അതേപോലെ തന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഇതിന്റെ സ്പേസ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43,400 മുതൽ എന്താണ് 91,200 വരെയാണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേക്കൻസികൾ 6 പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്ത് ചെയ്യും, അത് മാറാൻ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അപേക്ഷിക്കേണ്ടവരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും, നമ്മുടെ www.kerala.psc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറിയതിനു ശേഷം 3/9/2025 മുമ്പായിട്ട് 3/9/2025 ബുധനാഴ്ചയ്ക്ക് മുമ്പായിട്ട് എന്ത് പറ്റും, അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സൈസ് അതായത് ഇപ്പോൾ ഈ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ 10ാം ക്ലാസ് പാസ്സാക്കിയിട്ടുള്ളവരാണെങ്കിൽ എന്ത് പറ്റും, അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇത്രയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 19 മുതൽ 31 വയസ്സ് വരെയാണ് പ്രായം നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ സംശയമാണ് ഫിസിക്കൽ റിക്വയർമെന്റ്സ് എങ്ങനെയാണ്, പോലീസിന്റെ കൂട്ടുകാരാണ് ഫിസിക്കൽ വരുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പൊതുവെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താ നോക്കിക്കഴിഞ്ഞാൽ, ഇൻ അഡീഷൻ ടു ദ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് above, every candidate will be subjected to physical efficiency test. Candidates should qualify at least 5 out of the following 8 items in national physical efficiency 1-star standards with minimum standards noted against each എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് എക്സാം പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് അവർ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണെന്നുള്ളത് എന്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് മൊത്തത്തിൽ 8 ഐറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇതിൽ 8 ഐറ്റം കാണാൻ പറ്റാത്ത എന്ത് ചെയ്യണം, 5 ഐറ്റം എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്സായിരിക്കണം. 5 ഐറ്റം മിനിമം 5 ഐറ്റം എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്സായിട്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഏതെല്ലാമാണ് ഈ പറയുന്ന 8 ഐറ്റം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടമാണ്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടമാണ്. ഓക്കെ, 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഹൈ ജമ്പ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ 132.20 സെന്റിമീറ്റർ, അതായത് നമ്മുടെ 4 അടി 6 ഇഞ്ച് എന്ന് പറയാൻ പറ്റും. അത്രയും എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്തത് ലോങ് ജമ്പ് നോക്കുകയാണെങ്കിൽ, ലോങ് ജമ്പ് എന്ന് വെച്ചാൽ 457.20 മീറ്ററുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെന്റിമീറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ കവർ ചെയ്യണം. 457.20 സെന്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം ലോങ് ജമ്പ് എന്ന് പറയുന്നത്. പുട്ടിന്റെ ഷോട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഷോർട്ട് പുട്ട് എന്ന് പറയും. ഷോർട്ട് പുട്ട് ഉണ്ടല്ലോ, ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് ഏകദേശം 7,624 ഗ്രാംസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 കിലോ അടുപ്പിച്ച് വന്നിരിക്കാം. ഓക്കെ, അത് പറഞ്ഞാൽ ഏകദേശം 609.60 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ എറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ത്രോ ബോൾ. ഓക്കെ, ത്രോ ബോൾ നോക്കിക്കഴിഞ്ഞാൽ 6,096 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, നമ്മൾ എറിഞ്ഞിടണം. 6,096 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, എറിഞ്ഞിടണം. അടുത്തത് റോപ്പ് ക്ലൈംബിംഗ് ആണ്, ഒൺലി വിത്ത് ഹാൻഡ്സ് ആണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക, റോപ്പ് ക്ലൈംബിംഗ് ഒൺലി വിത്ത് ഹാൻഡ്സ് ആണ്. ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൈ കൊണ്ട് തന്നെ റോപ്പ് കയറാൻ ശ്രമിക്കുക. ഒക്കെ നമ്മൾ പൊതുവേ സിനിമയ്ക്കകത്ത് കണ്ട പോലെ തന്നെ കൈയും കാലും വെച്ച് കയറുന്ന പരിപാടിയല്ല. കൈ മാത്രം പിടിച്ചോണ്ടാണ് എന്ത് ചെയ്യുന്നത്, റോപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ട കയറേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, റോപ്പ് ക്ലൈംബിംഗ് കൊണ്ട് ഒൺലി വിത്ത് ഹാൻഡ്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ 365.80 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയാൻ അനുസരിച്ചാണ് നിങ്ങൾ ട്രെയിനിങ്ങും മറ്റും കൊണ്ടുപോകുക. അടുത്തത് പുള്ളപ്സ് ഓർ ചിന്നിങ് എന്ന് പറയും. ഓക്കെ, അതായത് ചിന്നിങ്സ് അല്ലെങ്കിൽ പുള്ളപ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 8 എണ്ണം ചെയ്തിരിക്കുക. ഏറ്റവും മിനിമം 8 എണ്ണമാണ്. 8 എണ്ണം നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, പുള്ളപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാവുന്ന ഒന്നേ ഉള്ളൂ പുള്ളപ്സ് അല്ലെങ്കിൽ ചിന്നിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ പുള്ളപ്സ് ചിന്നിങ് എന്ന് പറയുന്നത്. വളരെ ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് തന്നെയാലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ പുള്ളപ്സ് ചിന്നപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 8 എണ്ണമാണ് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. അടുത്തത് 1,500 മീറ്റർ റണ്ണാണ്.
ഓക്കെ, ഇതാണ് ഏകദേശം ഒരു മൈലിന് 500 മീറ്റർ കുറവ്, അതായത് എന്താണ് 500, 1 കിലോമീറ്റർ 500 മീറ്റർ എന്ന് പറയുന്നത് ഓട്ടമാണ്. 5 മിനിറ്റ് 44 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, 5 മിനിറ്റ് 44 സെക്കൻഡ്, 500 മീറ്റർ, അതായത് 1 കിലോമീറ്റർ 500 മീറ്റർ അടുപ്പിച്ച് നിങ്ങൾ ഓടണം 5 മിനിറ്റ് 46 സെക്കൻഡിനുള്ളിൽ. ഇത്രയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇത്രയും പറഞ്ഞത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിനാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ പറയുന്ന 8 ഐറ്റം. 8 ഐറ്റത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഓടുന്നതിനേക്കാൾ നല്ല ചിലപ്പോൾ റോ ക്ലൈമ്പിംഗ് ആയിരിക്കും, ചിലപ്പോൾ പുട്ടിംഗ് ഷോട്ട് ആയിരിക്കും, ചിലപ്പോൾ ത്രോ ബോൾ ആയിരിക്കും എളുപ്പം, ചിലപ്പോൾ 100 മീറ്റർ റേസ് ആയിരിക്കും, ചിലപ്പോൾ 200 മീറ്റർ ചിലപ്പോൾ ഹൈ ജമ്പ് ആയിരിക്കും, ചിലപ്പോൾ ലോങ് ജമ്പ് ആയിരിക്കും. ഏതാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും തോന്നുന്നത്, അതിനകത്ത് പ്രധാനപ്പെട്ട 5 ഐറ്റങ്ങൾ എന്ത് ചെയ്യാം തിരഞ്ഞെടുത്തതിന് ശേഷം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ കൂടെ നിൽക്കുകയാണ്, സുഖമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 100 മീറ്റർ ഓട്ടം ഉണ്ട്, അവർക്കും എന്ത് ചെയ്യുന്നു 100 മീറ്റർ ഓട്ടം ഉണ്ട്. അത് പറയുന്നത് 17 സെക്കൻഡുകളാണ് നൽകിയിട്ടുള്ളത്. പുരുഷന്മാരെക്കാളും ഒരു 3 സെക്കൻഡ് അധികം ഉണ്ട്. 17 സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് 100 മീറ്റർ ഓട്ടത്തിനുണ്ട്. ഹൈ ജമ്പ് 106 സെന്റിമീറ്റർ ആണ്, ലോങ് ജമ്പ് 305 സെന്റിമീറ്റർ ആണ്. പുട്ടിംഗ് ദ ഷോട്ട് അല്ലെങ്കിൽ ഷോട്ട് പുട്ട് 4 കിലോഗ്രാം അടുപ്പിച്ച് ഭാരം വരുന്നതിനകത്ത് 488 സെന്റിമീറ്റർ എന്ത് ചെയ്യുക നിങ്ങൾ എറിഞ്ഞിരിക്കണം. 200 മീറ്റർ ഓട്ടമുണ്ട്. ഓക്കെ, 200 മീറ്റർ ഓട്ടമുണ്ട്, അത് 36 സെക്കൻഡിനുള്ളിൽ 200 മീറ്റർ ഓട്ടം എന്ത് ചെയ്യണം 36 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ത്രോയിങ് ദ ബോൾ അല്ലെങ്കിൽ ത്രോ ബോൾ നമ്മൾ പറയുന്നത്, ത്രോയിങ് ദ ബോൾ എന്ന് പറയുന്നത് 1400 സെന്റിമീറ്റർ എന്ത് ചെയ്യണം നമ്മൾ എറിഞ്ഞിടണം, അല്ലെങ്കിൽ ഏകദേശം 14 മീറ്റർ, 1400 സെന്റിമീറ്റർ അല്ലെങ്കിൽ 14 മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം എറിഞ്ഞിടണം എന്നുള്ളതാണ്. അടുത്തത് ഷട്ടിൽ റേസ് എന്ന് പറയുന്നതാണ്. ഷട്ടിൽ റേസ് എന്ന് വെച്ചാൽ 25 തൊട്ട് 4 വട്ടം ചെയ്യുന്നതാണ്. ഓക്കെ, 25 വട്ടം 4 തവണ ചെയ്യുകയാണ് ഷട്ടിൽ റേസ് എന്ന് പറയുന്നത്. 26 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് സ്കിപ്പിംഗ് ആണ്. നമുക്കറിയാം സ്കിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള സംവിധാനമാണ്, ചെറിയ റോപ്പൊക്കെ വെച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ലേ. ഈ സ്കിപ്പിംഗ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 80 തവണ എന്ത് ചെയ്യണം ചെയ്തിരിക്കണം. 1 മിനിറ്റാണ് ഇരിക്കുന്നത്, അതിനകത്ത് 80 തവണ സ്കിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതാണ് 8 ഐറ്റം എന്ന് പറയുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക, നല്ല ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. അത് എക്സാമിന് ശേഷം പിന്നെ വരുന്ന എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 8 എണ്ണത്തിനകത്ത് ഏതെങ്കിലും 5 എണ്ണം തിരഞ്ഞെടുക്കുക, ഏതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് പ്രത്യേകം തിരഞ്ഞെടുത്ത ശേഷം ചെയ്യുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബാലികറ മലയൊന്നും അല്ല. നിങ്ങൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഈ വട്ടം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വട്ടം നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് പറയുന്നത്. പുരുഷന്മാർ ഹൈറ്റ് എന്ന് 165 ആണ്, സ്ത്രീകൾക്ക് അതെന്ന് പറഞ്ഞാൽ 152 ആണ്. SSC കാൻഡിഡേറ്റ്സിന് പുരുഷന്മാർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 160 ആണ്, സ്ത്രീകൾക്ക് 150 സെന്റിമീറ്റർ ആണ് അതിൻ്റെ വരുന്നത് പറയുന്നത്. ഓക്കെ, ചെസ്റ്റ് എക്സ്പാൻഷൻ 81 സെന്റിമീറ്റർ ആണ്, 2 പേർക്കും അതേപോലെ തന്നെയാണ്. SSC STക്കും വ്യത്യാസം ഒന്നുമില്ല, 81 സെന്റിമീറ്റർ തന്നെ എന്ത് ചെയ്യും ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ 81 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യണം, അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനകത്ത് എന്ത് ചെയ്യില്ല, എന്ത് ചെയ്യില്ല റിലാക്സേഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട ചെസ്റ്റിനകത്ത്. ഓക്കെ, ഹൈറ്റിനകത്ത് എന്ത് ചെയ്യും നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. 160 എന്ന് പറഞ്ഞാലും 165 മെയിലിൽ വന്നാലും 160 എന്ത് മതി. ഫീമെയിൽസ് 157 152 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 എന്ത് മതി ഹൈറ്റ് ഫീമെയിൽസിന് മതി. ഓക്കെ, എന്ത് ചെയ്യുക ശ്രദ്ധിച്ചിട്ട് പോവുക. ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സൈസ് ഇൻസ്പെക്ടർ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ കോഴ്സിൽ അല്ലെങ്കിൽ ഒരു ബാച്ചിൽ നിങ്ങൾ ഒറ്റ കോഴ്സിൽ 5 പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ കോഴ്സുകൾ നമ്മൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCID പോലുള്ള എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ബാച്ചാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഈ പറയുന്ന ഒറ്റ കോഴ്സിൽ 5 പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യേകത എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാനിൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സുകളുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മളിത് വരുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി എന്തുണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറ്റിയ നല്ലൊരു ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണ്. അതായത് പല പരീക്ഷകൾക്ക് വേണ്ടി പല കോഴ്സുകൾ എടുത്ത് പല പൈസ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബർഡൺ ആവും. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എളുപ്പമാണ് അല്ലേ. പറയുന്ന ഒറ്റ കോഴ്സിൽ എടുത്ത് കഴിഞ്ഞാൽ 5 പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കോഴ്സ് പർച്ചേസ് ചെയ്യാം. വളരെ തുച്ഛമായ പൈസക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതല്ല
നമ്മളോട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ ഈ കോഴ്സ് എങ്ങനെയാണ്, എങ്ങനെ ജോയിൻ ചെയ്യണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ കോഴ്സുമായി ബന്ധപ്പെട്ട് ബാക്കി സംശയങ്ങൾ മറ്റും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം മറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്ത് സംശയം ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സംശയങ്ങൾ മറ്റും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ എന്ത് സഹായത്തിനും വേണ്ടി നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുകയാണ്. താങ്ക് യു.